തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. അമേരിക്കയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 4 തവണ ഗ്രാമി അവാർഡ് നേടിയ സംഗീത പ്രതിഭയാണ്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. ഒപ്പം എസ് ലല്ലുവും ആദ്യം മനുവിലേക്ക്. മനു, അദ്ദേഹം മരിച്ചു എന്ന വാർത്ത ഇന്നലെ തെറ്റായി നൽകിയിരുന്നു ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും. ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത കേന്ദ്ര സർക്കാർ തന്നെ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ആ മാധ്യമങ്ങൾ കൂടി അത് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആ വാർത്ത തെറ്റാണ് എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ ആളുകൾ എല്ലാവരും വലിയ ആശ്വാസത്തിലായിരുന്നു. സാക്കിർ ഹുസൈൻ ഇനിയും സംഗീതത്തിൻ്റെ ലോകത്ത് വിഹരിക്കും എന്നെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ സംഗീത ലോകത്തെ മുഴുവൻ അദ്ദേഹം ദുഃഖത്തിലാക്കി. 73കാരൻ തൻ്റെ ജീവിതത്തിന് യവനിക ഇട്ടിരിക്കുകയാണ്. ദേശങ്ങൾ, ഭാഷകൾ, അതിർത്തികൾ ഒന്നും ബാധകമല്ലാത്ത ഒരു മാന്ത്രികനായിരുന്നു സാക്കിർ ഹുസൈൻ. അദ്ദേഹം എല്ലായിടങ്ങളിലും ആദരിക്കപ്പെട്ടു. എല്ലായിടത്തും അദ്ദേഹത്തിന് അംഗീകാരം തേടിയെത്തുകയും ചെയ്തിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. ശ്വാസകോശവും സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. 3 വയസ്സിൽ തുടങ്ങിയ ഒരു ജീവിത യാത്രയാണ് സാക്കിർ ഹുസൈൻ്റെ സംഗീതത്തിലൂടെയുള്ളത്. 3 വയസ്സിൽ തന്നെ ആ ബാലൻ അത്ഭുതങ്ങൾ കാണിച്ചു എന്നാണ് അടുത്തറിയുന്നവർ പറയുന്നത്. 12 വയസ്സിൽ പൊതുവേദിയിലെത്തി അദ്ദേഹം തൻ്റെ സംഗീത മികവ് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് ഒരു ജൈത്രയാത്ര എന്ന് തന്നെ നമുക്ക് പറയാം. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അങ്ങനെ പുരസ്കാരങ്ങളെല്ലാം നൽകി ആദരിച്ച ഒരു മഹാകലാകാരനാണ് അദ്ദേഹം. നമുക്ക് രവിശങ്കറിനോടൊപ്പം അതല്ലെങ്കിൽ അലി അക്ബർ ഖാനോടൊപ്പം, ശിവകുമാറിനോടൊപ്പം ഒക്കെ അതേ ശ്രേണിയിൽപ്പെടുന്ന ഒരു മഹാനായ കലാകാരനാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത് എന്നോർക്കണം. 1951 അദ്ദേഹം ജനിക്കുന്നത്, മാർച്ച് 9. ഒരുപക്ഷെ ഇന്ത്യൻ സംഗീതത്തിന് കിട്ടിയ ഒരു ഏറ്റവും അമൂല്യമായ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് 1951 മാർച്ച് 1 ഇന്ത്യയിലേക്ക് ജനിച്ച സാക്കിർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ തബല വായിക്കാനുള്ള വൈദഗ്ധ്യം അത് ആളുകളെ അമ്പരിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് ആളുകളെ വിസ്മയിപ്പിച്ചു എന്ന് മാത്രമല്ല, ആളുകളെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ആളുകളുടെ ജനമനസ്സുകൾ, സംഗീതാസ്വാദകരുടെ മനസ്സുകൾ കീഴടക്കാൻ കഴിഞ്ഞു എന്നതാണ് ആ വിജയത്തിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം. അദ്ദേഹം ഒരു ബാലപ്രതിഭ എന്ന നിലയിൽ ആരംഭിച്ച് ലോക സംഗീതത്തിൽ നിറസാന്നിധ്യമായി എത്രയോ കാലം നിലനിന്നു. ഗ്രാമി അവാർഡുകൾ ഒരു രാജ്യത്തിൻ്റെയോ ഒരു അതിർത്തിയുടെയോ അകത്ത് ആകാത്ത സംഗീതത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം ലോകം മുഴുവൻ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. എല്ലായിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. മലയാളത്തോടൊക്കെ വളരെ അടുത്ത് നിന്ന സാക്കിർ ഹുസൈൻ ഇവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രദർശനം പലപ്പോഴും ആളുകളെ വിസ്മയിക്കുകയൊക്കെ ചെയ്തു. കോഴിക്കോട് സാക്കിർ ഹുസൈൻ എത്തുകയും അവിടെ അദ്ദേഹം തബല വായിക്കുന്ന MF സുഫൈൻ അന്ന് ചിത്രമാക്കി വരയ്ക്കുകയും ചെയ്ത ഒരു മനോഹര നിമിഷത്തിന് കേരളം സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല, ഇന്ത്യൻ മലയാള ചലച്ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി, വാനപ്രസ്ഥം പോലുള്ള സിനിമകളിലൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ മലയാളവുമായി ചേർന്ന് നിന്നു, രാജ്യവുമായി ചേർന്ന് ലോകത്തിന് സാക്കിർ ഹുസൈൻ അങ്ങനെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു. അവരെല്ലാം സംഗീതത്തെ സ്നേഹിക്കുന്നവർ, സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ, ഒരുപക്ഷെ സംഗീതം ശാസ്ത്രീയമായി മനസ്സിലാക്കാത്തവർക്ക് പോലും അറിയാവുന്നൊരു ഭാഷയായിരുന്നു സാക്കിർ ഹുസൈൻ. അങ്ങനെ നോക്കുമ്പോൾ ആ നഷ്ടം ഈ രാജ്യത്തിന് നികത്താനാകാത്ത നഷ്ടമാകുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം ചികിത്സ സ്വീകരിക്കേണ്ടി വന്നത്. ശ്വാസകോശ തടസ്സവും ഉണ്ടായിരുന്നു. കുടുംബം കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചു എന്ന വാർത്ത തെറ്റാണ് എന്ന് വ്യക്തമാക്കിയപ്പോൾ ഇപ്പോഴത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് 2 മക്കൾ, അനീഷ അതുപോലെ ഇസബല്ല, ഈ കുടുംബം സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത. സംഗീതാസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഇത് ദുഃഖത്തിൻ്റെ, കണ്ണീരിൻ്റെ ഒക്കെ വലിയ നിമിഷങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. ഈ സാക്കിർ ഹുസൈൻ ഇങ്ങനെ ഒരു മഹാപ്രതിഭയാകും എന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കിയവർക്ക് അറിയാവുന്ന ഒരു വിഷയമായിരുന്നു. അലാരാഖയുടെ മകന് മറ്റെന്താകാൻ കഴിയും? അത്രയും സംഗീതത്തെ സ്നേഹിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരികയും ചെയ്യുന്നത്.
അദ്ദേഹത്തിൻ്റെ ആ ജന്മസിദ്ധമായ കഴിവ് അത്രമാത്രം അദ്ദേഹം ഈ തബലയിൽ പ്രയോഗിക്കുകയും മൃദംഗമൊക്കെ അദ്ദേഹം വായിച്ചിരുന്നു. ചെണ്ട തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും അതൊക്കെ മനസ്സിലാക്കുകയും ആ തൻ്റെ ഈ വൈഭവം അതിലൊക്കെ തെളിയിക്കുകയും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ, അത് എണ്ണിയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വലിയൊരു പട്ടിക അത് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ നമ്മുടെ രാജ്യം ഏറ്റവും മികച്ച വ്യക്തികൾക്ക് നൽകുന്ന പത്മ പുരസ്കാരങ്ങൾ ഉൾപ്പെടെപ്പെടും. സംഗീത നാടകീയ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അതിൻ്റെ സ്ഥിരം ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ അമേരിക്കയുടെ നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ആർട്സ്, നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് തുടങ്ങിയ വളരെ പ്രശസ്തമായ ഫെലോഷിപ്പുകൾ അദ്ദേഹത്തെ തേടിയെത്തി. ഗ്രാമി അവാർഡ് നോമിനേഷനുകൾ 4 തവണ അദ്ദേഹത്തിന് ലഭിച്ചു. 2 തവണ 3 തവണ അദ്ദേഹം ഗ്രാമിയിൽ എത്തി. അങ്ങനെ മുംബൈയിൽ ജനിച്ച് ലോകം കീഴടക്കിയ ഒരു സംഗീതജ്ഞൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ ചുരുക്കി വിളിക്കാം. മുംബൈയിലെ മാഹിമിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ സെൻറ്റ് സേവിയർസ് കോളേജിൽ പഠിക്കുകയും ചെയ്തു. പിന്നീട് സംഗീതത്തിൻ്റെ ലോകത്തേക്ക് വ്യാപൃതനായ അദ്ദേഹം ആ മേഖലയിൽ പകരക്കാരനില്ലാത്ത അമരക്കാരനായി മാറുകയായിരുന്നു. അശ്വതി, അതാണ്